അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഈ കാണുന്ന നമ്മൾ നേരത്തെ പഠിച്ച 4 പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. 4 പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അതായത് കൺവെക്ഷൻ, ദാണ്ട് ഈ ഒരു ചിത്രത്തിൽ നമുക്കിത് കാണാൻ പറ്റും, ഈ ഒരു ഇമേജിൽ നമുക്കിത് കാണാൻ പറ്റും. കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അതായത് ദാണ്ട് ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന, ഞാനിപ്പം ഈ ആരോ മാർക്കിന്റെ മുകളിൽ കൂടി ആരോ മാർക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ദാണ്ട് ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്രദേശത്തേക്ക് എന്ത് ട്രാൻസ്ഫർ ആവുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നതാണ് എന്ത്, കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ, ദാ ഈ ഒരു ആരോ നിങ്ങൾ കാണുന്നില്ലേ, ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, കൺവെക്ഷൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ കാര്യമുണ്ട്, ഗ്രൗണ്ടിന്റെ ഡിയും കണ്ടക്ഷന്റെ ഡിയും വെച്ച് അത് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കണം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പ്രദേശത്തിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കൺവെക്ഷൻ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് മുകളിലേക്ക് പോകുന്നു, അറ്റ്മോസ്ഫിയറിന്റെ ഹയർ റീച്ചസിലേക്ക് പോകുന്നു. റേഡിയേഷൻ ആണെങ്കിൽ എന്തിന്റെ രൂപത്തിലാണ്, ലോങ് വേവ്സിന്റെ രൂപത്തിലാണ്. റേഡിയേഷൻ ആണെങ്കിൽ എന്തിന്റെ രൂപത്തിലാണ്, ലോങ് വേവ്സിന്റെ രൂപത്തിലാണ് ആവുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഇല്ലാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു തരാം, അഡ്വക്ഷൻ ആണ്. അഡ്വക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായി ഇതാ ഇങ്ങനെ മൂവ് ചെയ്യണം. ആരാണ് ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നത്, കാറ്റാണ്, വിൻഡാണ്. ഹൊറിസോണ്ടലായി ഇങ്ങനെ കാറ്റ് നമ്മുടെ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ അഡ്വക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഇമേജ് വെച്ചിട്ട് നമുക്കത് ക്ലിയർ ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ പഠിക്കുന്ന ഒരു സാധനമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. The re-radiation of energy in the form of long waves from the earth surface is called terrestrial radiation. അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഈ കാണുന്നതാണ് എർത്തിന്റെ സർഫസ് എന്ന് ഞാൻ പറഞ്ഞു. ഈ എർത്തിന്റെ സർഫസിലേക്ക് എനർജി എത്തുന്നത് ഷോർട്ട് വേവ്സിന്റെ രൂപത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. ഷോർട്ട് വേവ്സ്, ചെറിയ വേവ്സിന്റെ രൂപത്തിലാണെന്ന് പറഞ്ഞു. ഇതിനെ ഇൻസൊലേഷൻ എന്നാണ് വിളിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഇൻസൊലേഷൻ ഉണ്ടല്ലോ, ഈ ഇൻസൊലേഷൻ എർത്തിന്റെ സർഫസിൽ എത്തിയിട്ടേ ഇത് തിരിച്ച് ലോങ് വേവ്സിന്റെ രൂപത്തിൽ തിരിച്ചു പോകും. ഓക്കെ, ഈ ഇൻസൊലേഷൻ ഷോർട്ട് വേവ്സിന്റെ രൂപത്തിൽ എർത്തിന്റെ സർഫസിലേക്ക് എത്തിയിട്ട് ലോങ് വേവ്സിന്റെ രൂപത്തിൽ ഇത് തിരിച്ചു പോകും. ഈ ലോങ് വേവ്സിന്റെ രൂപത്തിൽ തിരിച്ചു പോകുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കാം. ഈ ലോങ് വേവ്സിന്റെ രൂപത്തിൽ അത് തിരിച്ചു പോകുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പം ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ, ഈ തിരിച്ചു പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ ദിസ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ് ഹീറ്റ്സ് അപ്പ് ദ അറ്റ്മോസ്ഫിയർ. അതായത് ഈ തിരിച്ചു പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസും എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിനെ ചൂട് പിടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ് ഈ ഗ്യാസസ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഗ്യാസസ് ഈ തിരിച്ചു പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിന്റെ ചൂട് എന്ത് ചെയ്യും, കൂടും. അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയ ഈ ഒരു ഷോർട്ട് വേവ്സിന്റെ രൂപത്തിലുള്ളതിനെ നമ്മൾ ഇൻസോലേഷൻ എന്ന് വിളിച്ചു. ഭൂമിയിൽ വന്നിട്ട് ഇത് തിരിച്ചു പോകുന്ന ലോങ് വേവ്സ്, നമ്മൾ നേരത്തെ റേഡിയേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇത് ലോങ് വേവ്സിന്റെ രൂപത്തിൽ തിരിച്ചു പോകുമെന്ന്. ഈ ലോങ് വേവ്സിനെ നമ്മൾ എന്ത് വിളിച്ചു, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിച്ചു. ഈ കാണുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അങ്ങനെ കാർബൺ ഡയോക്സൈഡ്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് ഇതിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ഇതിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ ഹീറ്റും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഈ വരച്ചിരിക്കുന്നതിലേക്ക് കൃത്യമായിട്ട് നോക്കുക. ഈ കാണുന്നതായിരുന്നു എന്ത്, എർത്തിന്റെ സർഫസ് എന്ന് പറഞ്ഞത് ഞാൻ വരച്ചിരുന്നു. അപ്പൊ ഈ സർഫസിലേക്ക് എത്തുന്നത് ഷോർട്ട് വേവ്സ് ആയിട്ടാണ്. ഷോർട്ട് വേവ്സിനെ നമ്മൾ എന്ത് വിളിച്ചു, ഇൻസൊലേഷൻ എന്ന് വിളിച്ചു. ഷോർട്ട് വേവ്സിനെ നമ്മൾ ഇൻസൊലേഷൻ എന്ന് വിളിച്ചു. ഇത് ഇവിടെ വന്നിട്ട് തിരിച്ച് ലോങ് വേവ്സിന്റെ രൂപത്തിൽ തിരിച്ചു പോകുമെന്ന് പഠിച്ചു. അങ്ങനെ ലോങ് വേവ്സിന്റെ രൂപത്തിൽ തിരിച്ചു പോകുന്നതിനെ നമ്മൾ റേഡിയേഷൻ എന്നാണ് വിളിച്ചത്. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് വിളിച്ചത്. ഈ ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യും. സ്വാഭാവികമായിട്ടും അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അതിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കാർബൺ ഡയോക്സൈഡ് അതിനെ അബ്സോർബ് ചെയ്താൽ അറ്റ്മോസ്ഫിയറിലെ ഹീറ്റ് എന്ത് ചെയ്യപ്പെടും, കൂടും. അങ്ങനെ ഹീറ്റ് കൂടുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹീറ്റ് ബജറ്റ് ഓഫ് ദി എർത്ത് ആണ്. ഹീറ്റ് ബജറ്റ് എന്താണ്? ബജറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബജറ്റ് അവതരിപ്പിക്കുക എന്ന് കേട്ടിട്ടുണ്ടാവും. ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ബജറ്റിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ബജറ്റ്, മന്ത്രിമാര്, ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ബജറ്റ് അവതരിപ്പിക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്താണ് ബജറ്റ്?
അതായത് വരവ് ചിലവ് കണക്ക്, അതായത് എത്ര രൂപ ഇൻകം നമുക്ക് വന്നു, എത്ര നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവായി, ഈ ഒരു കണക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റിന്റെ ബഡ്ജറ്റ് അപ്പൊ എന്തായിരിക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, എത്ര ഹീറ്റ് വന്നു, എത്ര ഹീറ്റ് ഇവിടുന്ന് പോയി എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കായിരിക്കും എന്ത്, ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്യാച്ച് ചെയ്യാൻ പറ്റണം. ബഡ്ജറ്റ് എന്തുവാന്ന് നിങ്ങൾക്ക് അറിയാം, വരവ് ചിലവ് കണക്ക്, എത്ര ഇൻകം ഉണ്ട്, എത്ര എക്സ്പെൻസ് ഉണ്ട്, ഇതിന്റെ ഒരു കണക്കാണ് ബഡ്ജറ്റ്. അപ്പൊ ഹീറ്റിന്റെ ബഡ്ജറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഹീറ്റിന്റെ ബഡ്ജറ്റ് ആണെങ്കിൽ എത്ര ഹീറ്റ് കിട്ടി, എത്ര ഹീറ്റ് ഇവിടുന്ന് പോയി എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ വരുന്നത്, ഹീറ്റ് ബഡ്ജറ്റിൽ വരുന്നത്. അപ്പൊ നോക്കാം എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓൾമോസ്റ്റ് ദ എൻറ്റയർ എനർജി റീച്ചിങ് ദ എർത്ത് ആസ് ഇൻസൊലേഷൻ ഈസ് റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ. അതായത് വീണ്ടും ദാണ്ട ഭൂമിയുടെ സർഫസ് ഞാൻ വരച്ചു. നിങ്ങൾ ഈ കാണുന്നതാണ് ഭൂമിയുടെ എന്തെന്ന് പറയുന്നത്, ഭൂമിയുടെ സർഫസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഭൂമിയുടെ സർഫസ് ഇവിടെ വരച്ചല്ലോ. ഈ ഭൂമിയുടെ സർഫസിലേക്ക് ഷോർട്ട് വേവ്സിന്റെ രൂപത്തിലേക്ക് എത്തുന്നതിനെ, ഷോർട്ട് വേവ്സിന്റെ രൂപത്തിലേക്ക് സണ്ണിന്റെ എനർജി എത്തുന്നതിനെ നമ്മൾ എന്തോ വിളിച്ചേ, ഇൻസൊലേഷൻ എന്നല്ലേ വിളിച്ചേ. ഇങ്ങനെ ഷോർട്ട് വേവ്സിന്റെ രൂപത്തിൽ എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്ന ഈ ഒരു ഇൻസൊലേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇൻസൊലേഷൻ എല്ലാം തന്നെ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ എൻറ്റയർ എനർജിയും എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ച് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തിരിച്ച് റേഡിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേ ആലോചിച്ചോണം, തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്, ലോങ് വേവ്സ് ആയിട്ടാണ് തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എത്തുന്ന എല്ലാം തന്നെ തിരിച്ച് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത് ലോങ് വേവ്സിന്റെ രൂപത്തിലാണ്. അതിനെ നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നൊക്കെ വിളിച്ചതാണ്. ഓക്കെ, അങ്ങനെ തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ, എല്ലാ ദിവസവും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ഇൻ ദ സർഫസ് ടെമ്പറേച്ചർ. ഇത് എന്തിനു സഹായിക്കുന്നു, അങ്ങനെ ഇൻസൊലേഷന്റെ രൂപത്തിൽ ഈ ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്ന ഏകദേശം എല്ലാ എനർജിയും തന്നെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ലോങ് വേവ്സ് ആയിട്ട് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എർത്തിന്റെ സർഫസിൽ വലിയ ഒരു ചൂടോ വലിയ ഒരു തണുപ്പോ അനുഭവപ്പെടുവോ, ഇല്ല. ഇത് നമ്മുടെ എർത്തിന്റെ സർഫസ് ടെമ്പറേച്ചറിനെ ഒരു ബാലൻസിൽ നിർത്താനായിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അതായത് ഇൻസൊലേഷന്റെ രൂപത്തിൽ ഷോർട്ട് വേവ്സ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് വന്നു, അതായത് എനർജി വന്നു, സണ്ണിന്റെ എനർജി വന്നു. ഓക്കെ, ഈ സൺറൈസിനെ ഓൾമോസ്റ്റ് എല്ലാ സൺറൈസിനെ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് റേഡിയേറ്റ് ചെയ്തു. നമ്മുടെ ഭൂമി ഇതിനെ തിരിച്ച് റേഡിയേറ്റ് ചെയ്തു ലോങ് വേവ്സ് ആയിട്ട്. അങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് വരുന്നില്ല, ഇതൊരു ബാലൻസ്ഡ് ആയിട്ട്, അതായത് അധികം ചൂടോ അധികം തണുപ്പോ ഇല്ലാതെ ഒരു ബാലൻസ് ടെമ്പറേച്ചർ, സർഫസ് ടെമ്പറേച്ചറിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡു വി ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് എനർജി ഫ്രം ദി സൺ ത്രൂ ഔട്ട് ദി ഡേ. അതായത് നമുക്ക് സൂര്യനിൽ നിന്ന് എല്ലാ ദിവസവും ഒരേ എമൗണ്ടിലുള്ള എനർജിയാണോ കിട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ഭൂമിക്ക്, അതായത് നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ ആയിരിക്കുമോ നാളെ അനുഭവപ്പെടുന്നത്, ഇന്ന് നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്ന അത്രയും തന്നെ ചൂടായിരിക്കുമോ നാളെ നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്നത്, ആയിരിക്കില്ല. ഇതിൽ വ്യത്യാസം വരും. അപ്പൊ നമുക്ക് നോക്കാം. സർഫസ് ടെമ്പറേച്ചർ ഗ്രാജുവലി ഇൻക്രീസസ്. സർഫസിന്റെ ടെമ്പറേച്ചർ, സർഫസ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉപരിതലം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഉപരിതലം. ഈ സർഫസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എപ്പം, ഇൻസൊലേഷൻ വരുമ്പോൾ നമ്മുടെ ഭൂമിയുടെ സർഫസിന്റെ ടെമ്പറേച്ചർ പതിയെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ മാക്സിമം ചൂട് നമ്മൾ കണക്കാക്കുന്നത് എത്ര മണിക്കാണെന്നറിയാമോ, 2 മണിക്കാണ്. നമ്മൾ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ കണക്കാക്കുന്നത് 2 മണിക്കാണ്. നമ്മുടെ ഭൂമിക്ക് മാക്സിമം ഇൻസൊലേഷൻ കിട്ടുന്നത് 12 PM ആ ഒരു ടൈമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ 2 മണിക്ക് മാക്സിമം ടെമ്പറേച്ചർ കണക്കാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 മണിക്ക് എത്തുന്ന ഇൻസൊലേഷൻ നമ്മുടെ എർത്തിന്റെ സർഫസിനെ ചൂട് പിടിപ്പിക്കണം. എന്നാലല്ലേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ എർത്തിന്റെ സർഫസിനെ ഈ 12 മണി സമയത്ത് എത്തുന്ന, അതായത് സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ, അത് 12 മണിക്കാണ് പതിക്കുന്നതെങ്കിലും അത് എർത്തിന്റെ സർഫസിനെ എന്ത് ചെയ്യണം, ചൂട് പിടിപ്പിക്കണം. അങ്ങനെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻസൊലേഷൻ എർത്തിന്റെ സർഫസിനെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ആ സമയം എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 മണിക്ക് ഒരു ദിവസത്തിലെ എന്ത് അളക്കുന്നത്, മാക്സിമം ഡേ ടെമ്പറേച്ചർ അളക്കുന്നത്. അപ്പോൾ ആലോചിച്ചിരുന്നോണം, ശ്രദ്ധിച്ച് ഈ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നത് എത്ര മണിക്കാണ്? ഒരു ചോദ്യം 1 മാർക്കിന് ചോദിക്കാം. മാക്സിമം ഡേ ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് റെക്കോർഡഡ് ഏത് ടൈമിലാണ്? 2 PM ആണ്.
2 PM എന്ത് ചെയ്യുന്നത്. ഈ 12 PM എന്നുള്ളത് കൺഫ്യൂഷൻ ആകരുത്. 12 PM എത്തുന്ന ഇൻസൊലേഷൻ ഭൂമിയുടെ സർഫസിനെ ചൂട് പിടിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ആ സമയം എന്ന് പറയുന്നത് എത്രയാണ്? 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം ഡേ ടെമ്പറേച്ചർ അളക്കുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയി വന്നേക്കാം. മാക്സിമം ഡേ ടെമ്പറേച്ചർ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന്. എത്ര മണിക്കാണ്? 2 മണിക്കാണ് മാക്സിമം ഡേ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നത്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദ സർഫസ് ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് ആഫ്റ്റർനൂൺ ഡ്യൂ ടു ദ ഡിക്രീസ്ഡ് ഇന്റൻസിറ്റി ഓഫ് ഇൻസൊലേഷൻ. അതായത് ഉച്ചയ്ക്ക് ശേഷം, നൂണിന് ശേഷം നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്ന ഇൻസൊലേഷന്റെ ഇന്റൻസിറ്റി കുറയും. ഓക്കെ, അതായത് ഭൂമിയുടെ സർഫസിലേക്ക് എത്തുന്ന ഇൻസൊലേഷന്റെ ഇന്റൻസിറ്റി എപ്പോൾ കുറയും? ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേക്കും, ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് എന്ത് ചെയ്യും, നൂൺ കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് എന്ത് ചെയ്യും, ആ ഇന്റൻസിറ്റി അങ്ങ് കുറയും. അങ്ങനെ ഇന്റൻസിറ്റി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡേ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങും, താഴോട്ട് വരാൻ തുടങ്ങും. അതായത് നിങ്ങൾക്ക് അറിയാലോ, ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അധികം ചൂട് നമുക്ക് അനുഭവപ്പെടത്തില്ല. എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, മാക്സിമം ചൂട് ഉച്ച സമയത്തൊക്കെ നമുക്ക് എന്താണ്, ഈ ഒരു 12 മണി 2 മണി സമയത്തൊക്കെ നമുക്ക് മാക്സിമം ചൂട് എന്ത് ചെയ്യാറുണ്ട്, അനുഭവപ്പെടാറായിട്ട് ഉണ്ട്. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം 3 മണിയായി 4 മണിയായി 5 മണിയായി അങ്ങനെ സമയം കഴിയുന്നതനുസരിച്ച് ചൂട് എന്ത് ചെയ്ത് വരും, ടെമ്പറേച്ചർ എന്ത് ചെയ്ത് വരും, സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, അപ്പം മിനിമം ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പഠിച്ചു. മാക്സിമം ടെമ്പറേച്ചർ എപ്പോഴാണ് അളക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പഠിച്ചു. മാക്സിമം ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ അളക്കുന്നത് എപ്പോഴാണ്? 2 PM ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ അളക്കുന്നത് 2 PM അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ അളക്കുന്നത്, ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ അളക്കുന്നത് എപ്പോഴാണ്? അത് ജസ്റ്റ് ബിഫോർ ദി സൺറൈസ് ആണ്. ജസ്റ്റ് ബിഫോർ ദി സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത് എന്ത് ചെയ്യുന്നത്, അളക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ അളക്കുന്നത്, അത് ആ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നത് എപ്പോഴാണ്? ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ അളക്കുന്നത് എത്ര മണിക്കാണ്? 2 PM. ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ അളക്കുന്നത് ജസ്റ്റ് ബിഫോർ ദി സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നതിന്, സൺറൈസിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിനിമം ടെമ്പറേച്ചർ, ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില അളക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കിട്ടി എന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്താണ് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അടുത്തയാണെന്ത്, ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. Diurnal range of temperature is the difference between the maximum temperature and minimum temperature of a day. വളരെ സിമ്പിൾ അല്ലേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മാക്സിമം ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ അളക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ അളക്കുന്നത് എപ്പോഴാണ്? 2 PM. ഓക്കെ, അപ്പം മാക്സിമം ടെമ്പറേച്ചർ അളക്കുന്നത് 2 PM. മിനിമം ടെമ്പറേച്ചർ അളക്കുന്നത് സൺറൈസിന്, സൂര്യൻ ഉദിക്കുന്നതിന്, സൺറൈസിന് തൊട്ട് മുമ്പാണ് മിനിമം ടെമ്പറേച്ചർ അളക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം എന്താണ് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം ഇവിടെ അനുഭവപ്പെടുന്ന മാക്സിമം ടെമ്പറേച്ചർ 30 ആണെന്ന് കരുതുക. 30 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക. ഇന്നിവിടെ അനുഭവപ്പെടുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഇന്നിവിടെ അനുഭവപ്പെട്ട, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അളന്നപ്പോൾ അനുഭവപ്പെട്ട ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ അനുഭവപ്പെട്ട മാക്സിമം ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസും ഇവിടെ അനുഭവപ്പെട്ട മിനിമം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ എങ്ങനെയാണ് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി സെൽഷ്യസ് മൈനസ് എന്ത് ചെയ്താൽ മതി? 27 ഡിഗ്രി സെൽഷ്യസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് എത്ര കിട്ടും? 3 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടില്ലേ? ഓക്കെ, അപ്പം ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ഒരു ദിവസത്തെയാണ് പറയുന്നത്. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, തമ്മിലുള്ള വ്യത്യാസം, ഒരു ദിവസം അനുഭവപ്പെട്ട പരമാവധി താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ എങ്ങനെ എഴുതാം? ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു മാക്സിമം ടെമ്പറേച്ചർ മൈനസ് എന്താണ്? മിനിമം ടെമ്പറേച്ചർ ആണ്. അതായത് അന്ന് അനുഭവപ്പെട്ട മാക്സിമം ടെമ്പറേച്ചർ, അന്ന് അനുഭവപ്പെട്ട മിനിമം ടെമ്പറേച്ചർ. അപ്പൊ തന്നെ ഓർത്തിരിക്കണം, മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തത് 2 PM. മിനിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തത് സൺറൈസിന് തൊട്ട് മുമ്പാണ്. ഓക്കെ, അപ്പൊ മാക്സിമം ടെമ്പറേച്ചർ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, മാക്സിമം ടെമ്പറേച്ചർ 30 ആവാം, മിനിമം ടെമ്പറേച്ചർ 27 ആകാം. അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം 3 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തെന്ന് പറയുന്നത് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് കരുതുന്നു. നമ്മൾ അടുത്തതിലേക്ക് പോവാണ്, ഡെയിലി മീൻ ടെമ്പറേച്ചർ.
അടുത്തയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാക്ക് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കാൾഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് ടോട്ടൽ എത്രയാണെന്നുള്ള സമ്മിനെ, ടോട്ടൽ എത്രയാണെന്നുള്ള ആ ഒരു സമ്മിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ആണ്. ഒരു ദിവസത്തെ ടെമ്പറേച്ചറിന്റെ ആവറേജ് എത്രയാണ്. ആവറേജ് എന്ന് പറയുമ്പോൾ അത് മാക്സിമം ടെമ്പറേച്ചർ ആണോ, അല്ല. മിനിമം ടെമ്പറേച്ചർ ആണോ, അല്ല. അതായത് ഇതിന്റെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണെന്നാണ്. ആവറേജ് ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ, നിങ്ങൾക്ക് ഇവിടെ കാണാം, മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2. ഓക്കെ, അതായത് ആ ദിവസം ലഭിച്ച മാക്സിമം ടെമ്പറേച്ചർ എത്രയാണോ അതെടുക്കും. ഓക്കെ, ഇനി ആ ദിവസം ലഭിച്ച മിനിമം ടെമ്പറേച്ചർ എത്രയാണോ അതെടുക്കും. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആലോചിച്ചോണം, ഇത് ഒരു ഡേയുടെ, ഡെയിലി എന്നല്ലേ കിടക്കുന്നത്, ഒരു ഡേയുടെ ആവറേജ് ടെമ്പറേച്ചർ ആണ്. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോണം എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ടെമ്പറേച്ചർ ആണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മൾ പഠിച്ചത് ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണ്. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം, എന്ത് വരണം? അതായത് അത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ആണെന്നുള്ള കാര്യം വരണം. അതായത് ഒരു ദിവസം ലഭിച്ച താപത്തിന്റെ ആവറേജ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഡെയിലി മീൻ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തെറ്റായി ഡ്യൂറിനൽ റേഞ്ച് എന്ന് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഡെയിലി മീൻ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ ആണ്. എങ്ങനെയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2 ആണ് എന്തെന്ന് പറയുന്നത് ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിൽ ആലോചിക്കണം എന്താണത്? ആവറേജ് ടെമ്പറേച്ചർ ആണ് എന്നുള്ളത് ആലോചിക്കുക. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഐസോതേംസ്. ഓക്കെ, ഐസോതേംസ് എന്താണെന്ന് നോക്കാം. അതായത് ഈ ഐസോതേംസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൻ്റെ അകത്ത് നിങ്ങൾ കുറേ ലൈനുകൾ കാണുന്നുണ്ട് അല്ലേ? കുറേ ലൈനുകൾ ഈ പിക്ചറിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് ദാണ്ട് ഈ ഒരു ലൈൻ എടുക്കാം. ദാണ്ട ഞാൻ ഈ വരച്ചേക്കുന്ന ലൈനിന്റെ മുകളിൽ കൂടി വരച്ചു പോയിട്ടുണ്ട്. ഈ ഒരു ലൈൻ എടുക്കാം. കണ്ടില്ലേ? ഈ ഒരു ലൈൻ ഞാൻ റെഡ് കളറിലാക്കി അത് വരച്ചു. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് എന്ത്? 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ വരച്ചേക്കുന്ന പ്രദേശമില്ലേ, ഈ ഒരു ലൈൻ, റെഡ് ലൈൻ പോയേക്കുന്ന പ്രദേശം, ആ പ്രദേശത്തെല്ലാം എത്രയാണ് താപനില? 20 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് കണക്ക് ഓരോ ലൈനിലും എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ താപനില എഴുതിയിട്ടുണ്ട്. ഇതാണ് ഞാൻ രണ്ടാമത്തെ ഒരു ലൈനിലൂടെ കടന്നു പോവാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ലൈൻ ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രദേശത്തും എത്രയാണ് താപനില? 10 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് ഐസോതേംസ് എന്നുള്ളത്. അപ്പൊ ഇവിടെ കുറേ ലൈനുകൾ വരച്ചിട്ടുണ്ട്. ഈ ലൈൻ, ഒരു ലൈൻ കടന്നു പോകുന്ന ആ ഒരു വര കടന്നു പോകുന്ന പ്രദേശത്തെല്ലാം എന്താണ്? സെയിം ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഐസോതേംസ് എന്ന് വളരെ സിമ്പിൾ ആയി പഠിക്കാം. ഐസോതേംസ് ആർ ദ ഇമാജിനറി ലൈൻസ്. ഇത് എന്താണ്? ഇമാജിനറി ലൈൻ ആണ്, സാങ്കല്പിക രേഖയാണ്. ശരിക്കും ഭൂമിയിൽ ഇങ്ങനെ ഒരു രേഖയുണ്ടോ? ഇല്ല. നമ്മൾ തന്നെ എന്ത് ചെയ്തതാണ്? സാങ്കല്പികമായി വരച്ച രേഖയാണ് അല്ലെ? ഇങ്ങനെ രേഖ നമ്മുടെ ഭൂമിയിലുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ സാങ്കല്പികമായിട്ട് വരച്ച രേഖയാണ് ഇത്. അപ്പം ഐസോതേംസ് ആർ ദ ഇമാജിനറി ലൈൻസ്. ഇത് ഇമാജിനറി ലൈൻ ആണ്. എന്തിനെ ജോയിൻ ചെയ്യുന്നു? ജോയിനിങ് പ്ലേസസ് ഹാവിങ് ഈക്വൽ ടെമ്പറേച്ചർ. ഈക്വൽ ടെമ്പറേച്ചർ ഉള്ള, അതായത് തുല്യമായിട്ട് അല്ലെങ്കിൽ സെയിം ടെമ്പറേച്ചർ ഉള്ള, സെയിം താപനിലയുള്ള, ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഐസോതേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോതേംസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഐസോതേംസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുകയാണ്. ഐസോതേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ലൈൻസ് ആണ്? ഇമാജിനറി ലൈൻസ് ആണ്. ശരിക്കും ഇവിടെ എന്തില്ല, ഇങ്ങനൊരു ലൈൻസ് ഇല്ല. ഇത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് തന്നെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വരച്ചിരിക്കുന്ന ലൈനാണ്. അപ്പോൾ ഇതൊരു ഇമാജിനറി ലൈനാണ്, ഇതൊരു സാങ്കല്പിക രേഖയാണ്. ഇത് എന്തിനെ ജോയിൻ ചെയ്യുന്നു? ഒരേ ടെമ്പറേച്ചർ ഉള്ള, ഈക്വൽ ടെമ്പറേച്ചർ ഉള്ള, സെയിം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളെ, പ്ലേസസിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഐസോതേംസ് ആർ ദ ഇമാജിനറി ലൈൻസ്. ഐസോതേംസ് എന്താണ്? ഇമാജിനറി ലൈൻ ആണ്. എന്തിനെ ജോയിൻ ചെയ്യുന്നു? പ്ലേസസ് ഹാവിങ് എന്ത്? സെയിം ടെമ്പറേച്ചർ.
ഒരേ ടെമ്പറേച്ചർ ഉള്ള അല്ലെങ്കിൽ ഈക്വൽ ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത് ഐസോതേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഐസോതേംസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഐസോതേംസ് എന്ന് വെച്ചാൽ എന്താണ്? ഇമാജിനറി ലൈൻ ആണ്. ഇത് എന്തിനെ ജോയിൻ ചെയ്യുന്നു? ഈക്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ജോയിൻ ചെയ്യുന്നു. ഈക്വൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ ജോയിൻ ചെയ്തതാണ് ഐസോതേംസ്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നോക്കണം, കാരണം കുറച്ച് കഴിയുമ്പം ഐസോ ബാർസ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം ഇത് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂഷൻ ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയോ, ഐസോതേംസിൽ എന്തുണ്ട്? ടി ഉണ്ട്. ഐസോ ബാർസിൽ എന്തില്ല? ടി വരത്തില്ല. അപ്പോൾ ഐസോതേംസിൽ എന്തുണ്ട്? ഈ കാണുന്ന ടി ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചറിലും എന്തുണ്ട്? ടി ഉണ്ട്. അപ്പോൾ ഐസോതേംസ് എന്ന് പഠിക്കുമ്പോഴേ നിങ്ങൾ ഏതെടുത്ത് പഠിക്കണം? ആ എഴുതിയേക്കുന്ന ടി എടുത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഐസോതേംസിന്റെ ടി എന്തിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഐസോതേംസിന്റെ ടി എന്തിനെ സൂചിപ്പിക്കുന്നു? ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്നു എന്നങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പം സെയിം ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് ഐസോതേംസ്. ഐസോതേംസിന്റെ ടിയും ടെമ്പറേച്ചറിന്റെ ടിയും, മറക്കല്ലേ ആ ഷോർട്ട് കട്ട്, ഐസോതേംസിന്റെ ടിയും ടെമ്പറേച്ചറിന്റെ ടിയും. ഓക്കെ ആണ്. ഇനി നമ്മൾ താപനിലയെ സ്വാധീനിക്കുന്ന, അതായത് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ, താപത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. നോക്കിയാലോ, ഇത് ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിന്റെ എന്താണ് പഠിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണേ. ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് എർത്തിലേക്ക് വരുന്ന ടെമ്പറേച്ചർ, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ താപനില കിട്ടുന്നത്. ഇവിടെ കിട്ടുന്ന താപനില ആയിരിക്കത്തില്ല പോളാർ ഏരിയയിൽ കിട്ടുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇക്വറ്റോറിയൽ റീജിയനിൽ കിട്ടുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ റീജിയനിലും ഓരോ താപനിലയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഈ ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ, ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഘടകമാണ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് അറിയാം ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതായത് ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇതാണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളാണ് ഏതെന്ന് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് അപ്പം ലോഞ്ചിറ്റ്യൂഡ്സ്? ഇതാണ് ലാറ്റിറ്റ്യൂഡ്സ് എങ്കിൽ, അതായത് ഇങ്ങനെ വരയ്ക്കുന്നതാണ് ലാറ്റിറ്റ്യൂഡ്സ് എങ്കിൽ ഏതായിരിക്കും ലോഞ്ചിറ്റ്യൂഡ്സ്? ഇങ്ങനെ വരയ്ക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ എർത്തിൽ നമ്മുടെ എർത്തിലേക്ക് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങൾ, ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഘടകമാണ് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡ്? ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ എങ്ങനെ വരയ്ക്കുന്നതാണ്? ഇങ്ങനെയുള്ള രേഖകളാണ് ഏതെന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ലോഞ്ചിറ്റ്യൂഡ്? ഇങ്ങനെ നേരെ ലോങ് ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ലാറ്ററലായിട്ടും ലോങ് ആയിട്ടും വരയ്ക്കുന്ന ലൈനുകൾ എന്നങ്ങ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് ആണ് എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് ഈ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതായത് സൺറൈസ് ആർ മോർ ഇൻക്ലൈൻഡ് അവേ ഫ്രം ദി ഇക്വേറ്റർ. അതായത് സൺറൈസ് ആർ മോർ ഇൻക്ലൈൻഡ് അവേ ഫ്രം ദി ഇക്വേറ്റർ. അതായത് ഇക്വേറ്ററിൽ നിന്ന് അകന്ന് പോകും തോറും, അത് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഈ കാണുന്നതിൻ്റെ അകത്ത് ഏതാണ് ഇക്വേറ്റർ? ഞാൻ ഇവിടെ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന 0 ഡിഗ്രി വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വേറ്റർ. തൊട്ട് മുകളിൽ 23.5 ഡിഗ്രി നോർത്തിനെ എന്ത് വിളിച്ചിട്ടുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിച്ചിട്ടുണ്ട്. 23.5 ഡിഗ്രി സൗത്തിനെ എന്ത് വിളിച്ചിട്ടുണ്ട്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ ആർട്ടിക് സർക്കിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അന്റാർട്ടിക് സർക്കിളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഓരോന്നും ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ 0 ഡിഗ്രി ഇക്വേറ്റർ ഇവിടെയാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത കണ്ടോ? അതായത് ഇത് ഇവിടുന്ന് വരുന്നതാണ്. ഇവിടെയാണ് ആരുള്ളത്? ഈ കാണുന്ന സൈഡിലാണ് ആരുള്ളത്? സൺ ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന സൺറൈസ് ഡയറക്റ്റ് ആയിട്ടല്ലേ, വളരെ ഡയറക്റ്റ് ആയിട്ടല്ലേ എവിടെ പതിക്കുന്നത്? ഇക്വേറ്ററിൽ പതിക്കുന്നത്. എന്നാൽ ഈ ഇക്വേറ്ററിൽ നിന്ന് അകന്നു പോകും തോറും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇക്വേറ്ററിൽ നിന്ന് അകന്നാ നിൽക്കുന്നത്, ആർട്ടിക് സർക്കിൾ ഇക്വേറ്ററിൽ നിന്ന് അകന്നാ നിൽക്കുന്നത്, നോർത്ത് പോൾ അകന്നാ നിൽക്കുന്നത്. അങ്ങോട്ട് പോകും തോറും ഇക്വേറ്ററിൽ നിന്നുള്ള അകലം എന്ത് ചെയ്തു വരുവാണ്? കൂടി വരികയാണ്. അതായത് ഇങ്ങോട്ട് പോകും തോറും ഇക്വേറ്ററിൽ നിന്നുള്ള അകലം കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൺറൈസ് ഇക്വേറ്ററിൽ പതിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് പതിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട്?
റേസിന്റെ ലെങ്ത് കൂടുന്നുണ്ട്, അതായത് ഇൻക്ലൈൻഡ് ആയിട്ട് ചരിഞ്ഞൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടൊക്കെ പതിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം സൺറൈസ് ഡയറക്റ്റ് ആയിട്ടാണ് എവിടെ പതിക്കുന്നത്? ഇക്വേറ്ററിൽ പതിക്കുന്നത്. സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് ഇക്വേറ്ററിൽ പതിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇക്വേറ്ററിൽ നിന്ന് അകന്നു പോകുന്തോറും സൺറൈസ് എങ്ങനെ പതിക്കുന്നു? ഇൻക്ലൈൻഡ് ആയിട്ട് ചരിഞ്ഞാണ് ഈ പറയുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, പതിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കാം. സൺറൈസ് ആർ മോർ ഇൻക്ലൈൻഡ് അവേ ഫ്രം ദി ഇക്വേറ്റർ, അതായത് ഇക്വേറ്ററിൽ നിന്നും അകന്നു പോകും തോറും സൂര്യന്റെ റേസ് എന്താവുന്നുണ്ട്, ഇൻക്ലൈൻഡ് ആയിട്ട് ചരിഞ്ഞൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പതിക്കുന്നുണ്ട്. ദസ് ദി ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് ടുവേർഡ്സ് ബോത്ത് ദ പോൾസ്. പോൾസിലേക്ക് പോകും തോറും, പോളാർ ഏരിയ നിങ്ങൾ കണ്ടയാണല്ലോ, ദാ ഈ കാണുന്നതാണ് പോളാർ, നോർത്ത് പോളും സൗത്ത് പോളും. ഓക്കെ, ഈ നോർത്ത് പോള് ഈ സൗത്ത് പോള് ഇങ്ങോട്ടേക്കൊക്കെ സൂര്യന്റെ രശ്മി എങ്ങനെ എത്തത്തുള്ളൂ? ഈ ഇൻക്ലൈൻഡ് ആയിട്ട് എത്തത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സൺറൈസിന് എന്തായിരിക്കും, ആ സൺറൈസ് എന്ന് പറയുന്നത് അത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ അതിന് അത്രയും ചൂട് പിടിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നോർത്ത് പോളിലും സൗത്ത് പോളിലും ഒക്കെ എന്താണെന്നാ പറയുന്നത്, തണുപ്പാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോ സൺറൈസ് എന്താണ്, ഇക്വേറ്ററിൽ നിന്ന് ദൂരേക്ക് പോകുന്തോറും ഇൻക്ലൈൻഡ് ആണ്. ഇങ്ങനെ പഠിച്ചാലും മതി. സൺറൈസ് ഇക്വേറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നു, അകന്നു പോകുന്തോറും ഇക്വേറ്ററിൽ നിന്നുള്ള അകന്ന പ്രദേശങ്ങളിലേക്ക് എങ്ങനെ പതിക്കുന്നു, ഇൻക്ലൈൻഡ് ആയിട്ട് പതിക്കുന്നു. അങ്ങനെ അകന്ന് പതിക്കുന്നത് കൊണ്ട് പോളാർ റീജിയൻസിൽ ഗ്രാജുവലി ടെമ്പറേച്ചർ എന്താണ്, കുറവാണ്. ഓക്കെ, ഇനി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ടെമ്പറേച്ചർ സോൺസ് ഉണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട്. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ, അതായത് ഭൂമി വരയ്ക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഇക്വേറ്റർ റീജിയനിൽ സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിക്കുന്നു, ബാക്കിയുള്ളിടത്തെല്ലാം ചരിഞ്ഞ് പതിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെയാണോ താപം കിട്ടുന്നത്? അല്ലല്ലോ, എല്ലാ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ ടെമ്പറേച്ചർ കിട്ടുന്നത്. അങ്ങനെ ഓരോ രീതിയിൽ ടെമ്പറേച്ചർ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് നമ്മളൊരു ടെമ്പറേച്ചർ സോൺ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ സോൺ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ആ ടെമ്പറേച്ചർ സോൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് കാണുന്നില്ലേ, ടൊറിഡ് സോൺ. ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്രദേശം, ദാണ്ട് ഇത്രയും പ്രദേശത്തേക്കാണ് എന്ത് ടൊറിഡ് സോൺ ആക്കി വെച്ചേക്കുന്നത്. ഈ പ്രദേശത്തെ എന്ത് ചെയ്തുകൊണ്ട്, ഡെപ്പിക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു റെഡ് ഷെയ്ഡാണ് നമ്മൾ ഇവിടെ കളർ കൊടുത്തിരിക്കുന്നത്. ഈ റെഡ് ഷെയ്ഡ് കളറിന്റെ അർത്ഥം എന്താണ്, ഈ പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് സൺറൈസ് പതിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രദേശത്താണ് സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് വന്ന് പതിക്കുന്നത്. ഇനി മുകളിലേക്ക് പോകും തോറും ഇവിടെ എന്തായിട്ട് വരും, സൺറൈസ് ഇൻക്ലൈൻഡ് ആയിട്ട് വരും. സൺറൈസ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇക്വേറ്ററിൽ നിന്ന് ദൂരെയുള്ള സ്ഥലത്തേക്ക് പതിക്കുന്നതെന്ന് നമ്മൾ തൊട്ട് മുമ്പ് നോക്കി. ദ സൺറൈസ് ആർ മോർ ഇൻക്ലൈൻഡ് എവേ ഫ്രം ദി ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് പോകുന്തോറും സൺറൈസ് എന്താവുന്നുണ്ട്, ഇൻക്ലൈൻഡ് ആവുന്നുണ്ടെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നതുകൊണ്ട് താണ്ട് ഇത്രയും ഏരിയയിൽ എന്തായിരിക്കും, ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ചൂട് ലഭിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇനി ഇവിടെ കുറച്ച് ചരിഞ്ഞാണ് പതിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ അത്രയും ചൂട് എന്ത് ചെയ്യത്തില്ല, ലഭിക്കത്തില്ല. അതുകൊണ്ട് അവയെ നമ്മൾ നോർത്ത് ടെമ്പറേറ്റ് സോൺ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ സൈഡ് സദേൺ ഹെമിസ്ഫിയർ ആയതുകൊണ്ട് സൗത്ത് ടെമ്പറേറ്റ് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. അറിയാലോ, ഇക്വേറ്ററിന്റെ മുകളിലോട്ടുള്ള ഈ കാണുന്നതാണ് ഇക്വേറ്റർ. ഇതിന്റെ മുകളിലോട്ടുള്ളതിനെല്ലാം നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഇതിന്റെ താഴോട്ടുള്ളതിനെല്ലാം നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മുകളിലേക്കുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, നോർത്ത് ടെമ്പറേറ്റ് സോൺ. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ 23.5 ഡിഗ്രി നോർത്ത് മുതൽ 66.5 ഡിഗ്രി നോർത്ത് വരെയുള്ള ഈ ഒരു പ്രദേശത്തെ നോർത്ത് ടെമ്പറേറ്റ് സോൺ എന്നും 23.5 ഡിഗ്രി സൗത്ത് മുതൽ 66.5 ഡിഗ്രി സൗത്ത് വരെയുള്ള ഈ ഒരു പ്രദേശത്തെ നമ്മൾ എന്ത് വിളിക്കും, സൗത്ത് ടെമ്പറേറ്റ് സോൺ എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, അതായത് നമ്മൾ ടെമ്പറേച്ചർ സോൺ ആക്കിയിട്ട് ഓരോ ലാറ്റിറ്റ്യൂഡിലും ഓരോ ടെമ്പറേച്ചർ ആണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താക്കി വെച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ സോണുകളാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ സോണുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതായത് ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു പ്രദേശമാണ് ടൊറിഡ് സോൺ എന്ന് നമ്മൾ വിളിച്ചു. ഇനി നോർത്തിലുള്ള ഈ ഒരു 23.5 നോർത്തിലോട്ട് 66.5 ഡിഗ്രി നോർത്ത് വരെയുള്ള പ്രദേശത്തെ നമ്മൾ നോർത്ത് ടെമ്പറേറ്റ് സോൺ എന്ന് വിളിച്ചു. ഈ 23.5 ഡിഗ്രി സൗത്ത് തൊട്ട് 66.5 ഡിഗ്രി സൗത്ത് വരെയുള്ള ഈ ഒരു പ്രദേശത്തെ നമ്മൾ സൗത്ത് ടെമ്പറേറ്റ് സോൺ എന്ന് വിളിച്ചു. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ ഈ പോളാർ ഏരിയയിലേക്ക് വളരെ ചരിഞ്ഞ് വളരെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് പതിക്കുന്നത്, സൺറൈസ് പതിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഭയങ്കര തണുപ്പാണ്, ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളാർ റീജിയൻസ് നമുക്ക് അറിയാം, ഓൾറെഡി തണുപ്പാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു 66.5 ഡിഗ്രി നോർത്ത് തൊട്ട് 90 ഡിഗ്രി നോർത്ത് വരെയുള്ള ഈ ഒരു പ്രദേശത്തെ നമ്മൾ വിളിക്കുന്നതാണ് നോർത്ത് ഫ്രിജിഡ് സോൺ. നോർത്ത് ഫ്രിജിഡ് സോൺ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇത് സൗത്തിലേക്ക് വരുമ്പം 66.5 ഡിഗ്രി സൗത്ത് തൊട്ട് 90 ഡിഗ്രി സൗത്ത് വരെയുള്ള പ്രദേശം നമ്മൾ എന്ത് വിളിക്കും, സൗത്ത് ഫ്രിജിഡ് സോൺ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ തണുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. നോർത്തിലുള്ളതായതുകൊണ്ട് അതിനെ നോർത്ത് ഫ്രിജിഡ് സോൺ എന്നും സൗത്തിലുള്ളതിനെ സൗത്ത് ഫ്രിജിഡ് സോൺ എന്നും വിളിക്കും.
അപ്പോൾ നമ്മൾ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്? മൊത്തം ടെമ്പറേച്ചർ സോണുകളെ നമ്മൾ മൊത്തത്തിൽ 3 ആയിട്ട് തിരിച്ചിട്ടുള്ളൂ. ഒന്ന് ടോറിഡ് സോൺ, ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സൺറൈസ് ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്ന സോൺ. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് നോർത്ത് ടെമ്പറേറ്റ് സോൺ ആണ്. നോർത്ത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുമ്പോഴത്തേക്കും നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. ടെമ്പറേറ്റ് സോൺ ആണ് രണ്ടാമത്തത്. മൂന്നാമതായിട്ട് തണുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ഇൻക്ലൈൻഡ് ആയിട്ട് സൺറൈസ് പതിക്കുന്ന പ്രദേശമാണ് ഏത്? ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത്. നോർത്ത് ഫ്രിജിഡ് സോണും ഉണ്ട്, സൗത്ത് ഫ്രിജിഡ് സോണും ഉണ്ട്. ഓക്കെ, നമുക്ക് നോർത്ത് ഫ്രിജിഡ് സോണും സൗത്ത് ഫ്രിജിഡ് സോണും ഉണ്ട്. നമുക്ക് അടുത്തത് നോക്കാം.